ഏറ്റവും പുതിയ വാർത്തയാണ് ഷാർജയിലെ മലയാളി യുവതി അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സതീഷിനെ ദുബായിലെ ജോലിയിൽ നിന്ന് കമ്പനി പിരിച്ചുവിട്ടിരിക്കുന്നു. കമ്പനി ഇന്ന് രേഖാമൂലം കത്ത് നൽകി എന്നുള്ളതാണ്. അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതികളും സതീഷിന്റെ അക്രമാസക്തമായ പെരുമാറ്റ വീഡിയോകളും പരിഗണിച്ചാണ് നടപടിയെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വർഷത്തിലേറെയായി കമ്പനിയിൽ തന്നെയാണ് സതീഷ് ജോലി ചെയ്തിരുന്നത്. ഏതായാലും സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം അതുല്യ സഹോദരിക്കും അമ്മയ്ക്കും നൽകിയ വാട്സാപ്പ് സന്ദേശങ്ങളടക്കം അതിൽ ഈ സതീഷിൻ്റെ പെരുമാറ്റം അടക്കം കൃത്യമായി വ്യക്തമാകുന്നുണ്ടായിരുന്നു. കസേര എടുത്ത് അതുല്യ അടിക്കാൻ പോകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ശാരീരികമായി അതുല്യ ഉപദ്രവിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം പ്രചരിക്കുകയും അത് നാട്ടിലും പോലീസിനും ലഭിക്കുകയും ചെയ്തിരുന്നു. ഇത് കമ്പനി അധികൃതർ ഇതുകൂടി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. കമ്പനി ഇന്ന് രേഖാമൂലം കത്ത് നൽകുകയും ചെയ്ത് ഏറെക്കുറെ ഒരു വർഷത്തിലധികമായി ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു വരികയായിരുന്നു സതീഷ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനിടെ അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് ബന്ധുക്കൾക്ക് ലഭിച്ചു. ഷാർജ ഹെൽത്തിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റും തുടർന്ന് പോലീസ് റിപ്പോർട്ടും ലഭിച്ചതിന് ശേഷം മാത്രമേ ഇന്ന് കോൺസുലേറ്റിൽ നിന്നുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ജമാൽ ചേരുന്നുണ്ട്. ജമാൽ, ഏതായാലും സതീഷിൻ്റെ കമ്പനി ഉചിതമായൊരു തീരുമാനം എടുത്തിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലും രണ്ടാമത് ഈ അക്രമാസക്തമായ സ്വഭാവം അത് വെളിപ്പെടുകയും ചെയ്തു സതീഷിൻ്റെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ഇപ്പോൾ ഈ കമ്പനി നടപടിയെടുത്തിരിക്കുന്നത്, അല്ലേ ജമാൽ? തീർച്ചയായും സിജു, ദുബായിലെ ഒരു മലയാളി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മലയാളി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് സതീഷ് ജോലി ചെയ്തിരുന്നത്. ഒരു വർഷമായി ഇവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലൂടെ ബന്ധുക്കൾ നൽകിയ പരാതികൾ, ഒപ്പം തന്നെ സതീഷിന്റെ അക്രമാസക്തമായ പെരുമാറ്റ വീഡിയോകളൊക്കെ പരിഗണിച്ചാണ് ഈ നടപടി എന്നാണ്, അതായത് പിരിച്ചുവിട്ട നടപടി എന്നാണ് കമ്പനി അറിയിച്ചിരുന്നത്. നേരത്തെയും ഈ സതീഷിനെതിരെ ചില പരാതികൾ ഈ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത അവരുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. പലപ്പോഴും മദ്യപിച്ചാണ് വരുന്നത്, അല്ലെങ്കിൽ തന്നെ പല ദിവസങ്ങളിലും വരാറില്ല, അങ്ങനെ കൃത്യസമയത്ത് വരാറില്ല തുടങ്ങിയ പരാതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് ആണ് ഇപ്പോൾ പിരിച്ചുവിടാൻ നടപടിയായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ അതുല്യയുടെ ഫോറൻസിക് റിപ്പോർട്ട് ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടിക്രമങ്ങളാണ്. അത് ഷാർജ ഹെൽത്തിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കണം, തുടർന്ന് പോലീസിന്റെ റിപ്പോർട്ട് ലഭിക്കണം. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ കോൺസുലേറ്റിൽ നിന്നുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം ഇന്ന് വൈകിട്ട് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സിജു, ജമാൽ, ഈ കമ്പനിയിൽ ഒരു വർഷമായിട്ട് ജോലിയിൽ പ്രവേശിച്ച ഒരു വർഷത്തിന് മുമ്പാണോ ഈ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചത്? നേരത്തെ 10 വർഷത്തിലധികമായി സതീഷ് ഗൾഫിൽ തന്നെ, ഈ ഷാർജയിൽ തന്നെ ആയിരുന്നല്ലോ. അതെ, നേരത്തെ മറ്റു പല കമ്പനികളിലാണ് ഉണ്ടായിരുന്നത്. ഒരു വർഷമായി ഈ ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, മലയാളി ഉടമസ്ഥയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഈ കമ്പനിയിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പരാതികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്ര ഗൗരവമായി എടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ സതീഷിന്റെ അക്രമാസക്തമായ പെരുമാറ്റ വീഡിയോകൾ കമ്പനി അധികൃതർ കണ്ടു. ഒപ്പം തന്നെ അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതികളുണ്ട്. വലിയ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറ്റ ദൂഷ്യമുള്ള കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സതീഷിനെ ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത്. സിജു, ജമാൽ പറഞ്ഞതിൽ നിന്ന് നേരത്തെയും ചില പരാതികൾ കമ്പനി, ഈ ജോലി ചെയ്തിരുന്ന കമ്പനികളിൽ സതീഷിനെതിരെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. സതീഷിനെ കുറിച്ച് സുഹൃത്തുക്കൾ എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ട് സ്വഭാവ വൈകൃതമുള്ള ആൾ എന്ന അർത്ഥത്തിൽ തന്നെയാണോ സുഹൃത്തുക്കൾ ആരെങ്കിലും പറയുകയും ചെയ്യുന്നത്? കമ്പനിയിൽ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എന്താണ് സതീഷിനെ കുറിച്ചുള്ള അഭിപ്രായം? സതീഷുമായി ബന്ധപ്പെട്ട കാര്യം ഏറെ വിചിത്രമാണ്. കാരണം സതീഷ് തന്നെ പറയുന്നത് തനിക്ക് സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല, താൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞ കുറച്ചു കാലമായി എന്നാണ് സതീഷ് തന്നെ പറയുന്നത്. അമ്മയുണ്ടെങ്കിലും അമ്മയെ 2 വർഷമായി താൻ ഫോൺ ചെയ്തിട്ട് പോലുമില്ല എന്നാണ് സതീഷ് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സുഹൃത്തുക്കളോ ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കൾ ഉണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് അടുത്ത സൗഹൃദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗഹൃദ കൂട്ടമോ ഒന്നും തന്നെ സതീഷിനില്ല. ഈ മരണശേഷം തന്നെ, ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്നെ നമ്മൾ സതീഷിനോട് ചോദിച്ചു ആരൊക്കെ നിങ്ങളെ ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തുക്കൾ പോലും എന്നെ വിളിച്ചില്ല, എന്നെ കാണാൻ. ജമാല്, ഏതായാലും സതീഷിനെ, അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സതീഷിനെ കമ്പനിയിൽ നിന്ന് പിരിച്ചു